എന്നെ കൊണ്ടാവുന്നില്ല അമ്മായി. അമ്മേ. സമാധാനമായിട്ടിരിക്കും മോളെ. ഗോവിന്ദൻ വയറ്റാട്ടിയെ കൂട്ടാൻ പോയിരിക്കല്ലേ. ഇപ്പൊ തന്നെ വരും മോളെ. നീ ഒന്ന് സമാധാനപ്പെട്. ഈശ്വര, ഗൗരമ്മ വന്നല്ലോ. ഒന്നും പേടിക്കണ്ട മോളെ, എല്ലാം നന്നായി നടക്കും. ഗോവിന്ദ, ചേട്ടൻ ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ. ചേച്ചി ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട. അളിയൻ ഇപ്പൊ തന്നെ വരും. ഇന്ന് തന്നെ ഉണ്ടാവുന്നാ തോന്നുന്നത്. അവരോട് എവിടെയും പോവല്ലെന്ന് പറഞ്ഞതാ അമ്മായി, എന്നിട്ടും പോയില്ലേ? എത്ര നേരം നിന്നോട് കുറച്ച് ചൂടുകളെടുക്കാൻ പറഞ്ഞിട്ട് എന്താ എത്ര ലേറ്റ് ആയ? നിനക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഗോവിന്ദ, എന്തിനാ ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത്? അവൾക്ക് വയറ്റിലുള്ളതല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് എങ്ങനെ അറിയാനാ? നാളെ നീ പെണ്ണൊക്കെ കെട്ടി അവള് പിന്നെ ഗർഭിണിയാവൂല്ലോ, അപ്പോഴേ നിനക്ക് മനസ്സിലാവൂ. ഗർഭിണിയായ എല്ലാ ജോലിയും ഒരിടത്ത് തിരിഞ്ഞു തന്നെ ചെയ്യണമെന്നുണ്ടോ? ചോദിക്കുന്ന കാശ് എനിക്ക് കൊടുക്കല്ലേ? അപ്പൊ പണിയെടുക്കേണ്ടതും അവളുടെ ഉത്തരവാദിത്വമാണ്. ഓ, നമ്മുടെ ഡ്രൈവർ, നിന്റെ കെട്ടിയോൻ, അവനും അളിയനൊപ്പം പോയിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ പോകുന്നതെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാ പോകുന്നതെന്ന് പറഞ്ഞു. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. ആ നാഗമാണിക്യം സ്വന്തമാക്കുന്ന വീരനെ കുറിച്ച് ചില സൂചനകൾ വന്നിരിക്കുന്നു. ജയ് ഗരുഡനാഥ. അതാ അവിടെ ആ മാന്ത്രിക വലയത്തിൽ കാണുന്നതാണ് നാഗവനം. നിങ്ങൾ ആ നാഗവനത്തിലേക്ക് പോകണം. എന്തു തന്നെ ചെയ്തിട്ടായാലും ആ നാഗമാണിക്യം സ്വന്തമാക്കിയിട്ടേ വരാവൂ. ആ മാണിക്യം കാക്കുന്ന നാഗങ്ങളും ശക്തരാണ്. അവരെ കീഴ്പ്പെടുത്തിയാലും നാം ശക്തി ആർജിക്കും. നാഗങ്ങളെ കൊണ്ട് കൂടോത്രം ചെയ്താൽ വരാൻ പോകുന്നത് ശൃംഗാരത്തിന്റെ മാത്രം മുഹൂർത്തങ്ങൾ. മാണിക്യം കാക്കുന്ന നാഗങ്ങളെ നിങ്ങൾ പോയി കീഴ്പ്പെടുത്തിയതിനു ശേഷം അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ അമൂല്യ നാഗമാണിക്യം കൈവശപ്പെടുത്തണം. എന്തുമായിക്കോട്ടെ, ഇന്ന് തന്നെ ഞങ്ങൾ നാഗമാണിക്യം സ്വന്തമാക്കും. ഇത് കുട്ടിക്കളിയല്ല സാംബശിവ. നാഗലോകത്തിന്റെ അസ്തിത്വം നിലനിൽക്കുന്നത് നാഗമാണിക്യത്തെ ആധാരമാക്കിയാണ്. നാഗമാണിക്യമില്ലെങ്കിൽ നാഗലോകമേ ഇല്ല. എന്തു തന്നെ ആയാലും ആ നാഗങ്ങൾ ജീവൻ പണയം വെച്ചും നാഗമാണിക്യം സംരക്ഷിച്ചിരിക്കും. ഈ ദൗത്യം ദിഗ്വിജയനെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ജയ് ഗരുഡനാഥ. ദിഗ്വിജയ, ഇത് നിന്റെ ഗ്രഹഗതി. ഇന്ന് രാത്രി നീ എന്തു തന്നെ ചെയ്താലും ഓർക്കുക, അതിലൂടെ നീ യശസ്സിന് അർഹനാകും. നിന്റെ ജാതകം അത് പറയുന്നു. നിനക്കതിന് സാധിക്കും. എന്നാൽ ഒന്ന് മാത്രം ഓർത്തോ, ഇന്ന് രാത്രി നിനക്ക് ആ നാഗമാണിക്യം സ്വന്തമാക്കുവാനായില്ലെങ്കിൽ, ഇപ്പൊ നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ 106 സംവത്സരങ്ങൾ അതിനായി കാത്തിരിക്കേണ്ടി വരും. ശങ്കിച്ചു നിൽക്കാതെ പോ.
ദിഗ്വിജയ, ഇത് ഗരുഡ ചൂർണം. ഗരുഡന്റെ നഖങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചൂർണം. നീ ആപത്തിലായാൽ ഇതാണ് നിന്റെ ശ്രീരക്ഷ. നിനക്ക് നിന്റെ സ്നേഹിതരെ വിശ്വാസമുണ്ടോ? അവരെന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, നല്ല സുഹൃത്തുക്കളുമാണ്. മോശം ചെയ്യില്ല, കുറച്ച് ദുരാഗ്രഹം ഉണ്ടെന്നേ ഉള്ളൂ. ശരി, വിജയ് ഭവ. പരമേശ്വര, ഈ നാഗമാണിക്യം അങ്ങ് നാഗലോകത്തിന് തന്ന വരദാനം, നാഗലോകത്തിന്റെ ശക്തി. മഹാദേവ, അങ്ങയുടെ ഈ നാഗമാണിക്യം നാഗലോകത്തിന്റെ ശക്തിയാണ്. ഈ മാണിക്യമുള്ളതാണ് ഞങ്ങളുടെ സമാധാനം. ഈ നാഗമാണിക്യം സംരക്ഷിക്കാനുള്ള ശക്തി നീ തന്നെ പകർന്നു തരൂ. പരമേശ്വര, ഈ നാഗലോകത്തിന് പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി അങ്ങയുടെ സന്നിധിയിൽ വച്ച് പതി പത്നിമാരാകാൻ ഒരുങ്ങുന്ന ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചാലും. ശിവാനി, സാക്ഷാൽ മഹേശ്വരൻ സമ്മതമരുളി. നിനക്കും സമ്മതം തന്നെയല്ലേ? എന്റെ സമ്മതം ചോദിക്കേണ്ടതായുണ്ടോ? ഈ ഒരു നിമിഷത്തിനായി ഞാൻ എത്ര സംവത്സരങ്ങളായി കാത്തിരിക്കുന്നു. കൈലാസേശ്വരനെ സാക്ഷിയാക്കി നാഗലോകമാണ് സത്യം, നാഗമാണിക്യമാണ് സത്യം. ഇനി എക്കാലവും ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങയുടെ കൂടെ സദാ ഞാൻ നിഴലായി ഉണ്ടാവുന്നതാണ്. ഇവിടുന്ന് നമ്മുടെ സാഹസിക യാത്ര ആരംഭിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പ് പോവില്ല, നമ്മൾ ഇവിടുന്ന് നടന്നു തന്നെ പോണം. നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്യാൻ പോകുന്ന പോലെ എനിക്കങ്ങനെ തോന്നുവാ. ആരെന്ത് വേണേലും ചെയ്തു, ഞാൻ ഇവിടുന്ന് ഒരടി മുന്നോട്ട് വയ്ക്കത്തില്ല. മുതലാളി മുതലാളി മുതലാളി, ഞാൻ കേണപേക്ഷിക്കാണ്. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു മുതലാളി. അത് മാത്രമല്ല, ദമയന്തി ചേച്ചിയുടെ പ്രസവ നേരം എടുക്കാറായി. ഈ സമയത്ത് മുതലാളി അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കും സന്തോഷമാവും. ഈ നാഗവനവും നാഗമാണിക്യവും ഒന്നും നമുക്ക് വേണ്ട മുതലാളി. നമുക്ക് വേഗം തിരിച്ചു പോവാം. എന്റെ കൂടെ ആര് വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, എനിക്ക് ആ നാഗമാണിക്യം കിട്ടിയേ പറ്റൂ. മുതലാളി 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 നിക്ക്, ഞാനും വരാം മുതലാളി.
കരയല്ലേ? ആ തള്ളു തള്ളു തള്ളു. കരയല്ലേ മോളെ? ഇപ്പൊ കഴിയും മോളെ. ആദിശേഷ, ഇപ്പോൾ മുതൽ നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഇനിയുള്ള സകല ജന്മങ്ങളിലും നമ്മൾ പതി പത്നിമാരായി തന്നെ ഇരിക്കും. സൃഷ്ടിയുടെ അന്ത്യം വരെയും നമ്മുടെ ഈ സ്നേഹം അണയാതിരിക്കട്ടെ. ഇനി നമ്മളെ തമ്മിൽ പിരിക്കുവാൻ പ്രപഞ്ചത്തിൽ ആരാലും സാധ്യമല്ല. സദാ വായാടിയായിരുന്ന നീ എന്തേ പെട്ടെന്ന് മൗനിയായത്? ശിവാനി, നേരെ പോവാം. നാഗമാണിക്യം കാക്കുന്ന ആ നാഗങ്ങൾ ഇവരായിരിക്കും. നാഗമായാലും നാഗകന്യകയായാലും പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇത്ര ഭംഗിയാണെങ്കിൽ മുന്നിൽ നിന്ന് എന്തായിരിക്കും? ഏയ്, നിന്റെ പേരിൽ മാത്രമേ വിഷമുള്ളൂ. ആ നാഗങ്ങള് ശരിക്കും വിഷമുള്ളവരാ. നാഗകന്യകയോടുള്ള ആശ വിട്ടിട്ട് വന്ന ജോലി നോക്ക്. നടക്ക. കരയല്ലേ മോളെ? ധൈര്യമായിട്ട് കഴിഞ്ഞു മോളെ, കഴിഞ്ഞു. എന്തിനാ അവളിങ്ങനെ ഒച്ച വെക്കുന്നത്? എന്താ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? മധുചേച്ചിക്ക് പേറ്റുനോവ് തുടങ്ങി. ചേട്ടാ, ലക്ഷണം കണ്ടിട്ട് ഇന്ന് തന്നെ ഉണ്ടാവും തോന്നുന്നു. ഇതൊക്കെ പണിയെടുക്കാതിരിക്കാനുള്ള അവളുടെ നാടകം എടുത്തിട്ട് പോ. ഗോവിന്ദണ്ണ, ആ വയറ്റാറ്റിയോട് ഇങ്ങോട്ട് ഒന്ന് വരാൻ പറയാമോ?
അവര് വന്നത് എന്റെ ചേച്ചിയെ നോക്കാൻ വേണ്ടിയാ, ഇവൾക്ക് വേണ്ടിയല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? കണ്ടില്ല, പൂർണ്ണ ഗർഭിണിയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനാണെങ്കിലും ചെയ്യാനല്ലെങ്കിലും അതൊക്കെ പുറത്തു പോയിട്ട്. ശരി അണ്ണ, എടുത്തോ എടുത്തോ എടുത്തോ. സൂക്ഷിച്ച് പോട്ടെ. സാരമില്ല മോളെ, ഇപ്പൊ കഴിയും. ഇപ്പൊ കഴിയും. ഏയ്, അത് നോക്ക്, എത്ര സുന്ദരമാണത്. സൂര്യന്റെ തുണ്ട് ഭൂമിയിൽ പതിച്ച പോലുണ്ട്. അയ്യോ എന്റെ അമ്മേ, ഇത് കാണുമ്പോഴേ നെഞ്ചിനകത്തൊരു കിടുക്കം. അതിലെങ്ങാനും നമ്മളിപ്പം തൊട്ടാ ആപത്തിപ്പെട്ട് നമ്മളെല്ലാം ചാകും, അത് ഉറപ്പാ. ഞാനിപ്പോ ഓടാൻ പോവാ. ജീവൻ വേണേ ഓടിക്കോ. ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. മനസ്സിലായടാ? എല്ലാവരും ഇവിടെ നിൽക്കേ, ഞാൻ ആ മാണിക്യം എടുത്തോണ്ട് വരാം. തുടരുത്. അതിൽ തൊട്ടാൽ നീ കത്തിച്ചാമ്പലാവും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എടുക്കും? അല്ലടോ, ഇവനീ ചെയ്യുന്ന പൂജ ശരിയായില്ലെങ്കിൽ നമ്മളെല്ലാം കത്തിച്ചാമ്പലാവൂല്ലേ? അങ്ങനെ സംഭവിച്ച മോനെ, ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു കേട്ടോ. അതല്ലേ ഞാൻ സേഫ് ആയിട്ട് സൈഡിൽ നിൽക്കുന്നത്. എങ്ങനുണ്ട്? അത് ശരി. പൂജാവിധികൾ കഴിഞ്ഞു. ഇനി നമുക്ക് തെടുക്കാം. നീ ആരാണെന്ന് എനിക്കറിയില്ല. നിന്റെ ഈ ഉദ്യമം ഉപേക്ഷിച്ച് മടങ്ങുന്നതാ നല്ലത്. ഇന്നെന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ ദിനമാണ്. ആ സന്തോഷം തല്ലിക്കെടുത്താതെ എല്ലാവരും മടങ്ങിപ്പോയാൽ നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം. പോയില്ലെങ്കിൽ എന്റെ കൽപ്പന ലംഘിച്ചാൽ അതിഘോരമായിരിക്കും പരിണിതഫലം. എത്രയും വേഗം മടങ്ങിപ്പോയിക്കോ, അതാ എല്ലാവർക്കും നല്ലത്. നീ വെറും ഒരു നാഗമാണ്. നാഗത്തെ പിടിച്ച് അതിന്റെ പല്ലുകൾ പറിച്ചെടുത്ത് അതിന്റെ കൂടെ കളിക്കുന്നവനാണ് മനുഷ്യൻ. ഇപ്പം നിന്നെ കളിപ്പിക്കാൻ ഇവിടെ 7 പേരുണ്ട്. ഞാൻ അവസാനമായി ഒരിക്കൽ കൂടി പറയുന്നു, പ്രാണൻ എന്റെ ഭിക്ഷയായി എടുത്തുകൊണ്ട് തിരിച്ചു പോകാനാണ് പറഞ്ഞത്. പോയിക്കോളാം, തീർച്ചയായും പോയിക്കോളാം. പക്ഷെ ആ നാഗമാണിക്യവും എടുത്തുകൊണ്ട് എന്നിൽ പ്രാണൻ അവശേഷിക്കുന്നിടത്തോളം നാഗമാണിക്യത്തിൽ തൊടുന്നത് പോലും അസാധ്യമായിരിക്കും.
ആ നാഗമാണിക്യം എടുക്കുന്നതിന് നിന്റെ പ്രാണനാണ് തടസ്സമെങ്കിൽ അത് നിന്നിൽ വേണമെന്ന് എനിക്കുമില്ല. ഏയ്, കൊല്ലടാ അവനെ. എന്നെ വെറുതെ ഇവിടെ ഇവരുടെ ഉപദേശം കേട്ട് എന്റെ ബുദ്ധി തിരിഞ്ഞു പോയതാ. എന്നെ വെറുതെ വിട്ടാൽ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ പേര് ജപിച്ച് കഴിഞ്ഞോളാം. വേണ്ട മുതലാളി. എന്തിനിങ്ങനെ കളിപ്പിക്കുന്നത് അതിശേഷ? ശത്രുക്കളെ എത്ര ദൂരത്തു നിന്നും കണ്ടുപിടിക്കുന്ന നിനക്ക് എന്നെ കണ്ടുപിടിക്കാനാണോ ഇത്ര കഷ്ടം? അതോ ഞാൻ അങ്ങോട്ട് വരുമെന്ന് കാത്തിരിക്കുകയാണോ നീ? ശരി, എന്നെയും തെരഞ്ഞ് നീ വാ. നിനക്കായി ഞാൻ ഇവിടെ കാത്തിരിക്കാം. ഇനി ഈ നാഗമാണിക്യം നമ്മുടേതാണ്. എത്ര വിഷമുള്ള നാഗമായാലും എത്ര വലിയ സർപ്പമായാലും മനുഷ്യന്റെ വിഷത്തിന് മുമ്പിൽ നാഗത്തിന്റെ വിഷം. പോയി എടുക്കടാ നാഗമാണിക്യം.
എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ആദിശേഷ? ഇനിയൊരു പക്ഷേ ഞാൻ അങ്ങോട്ട് വരാത്തതിന്റെ പരിഭവമാണോ നിനക്ക്? അയ്യോ, എന്താ ശബ്ദം? നാഗദേവ, എന്റെ അടുത്ത് ഒരു തെറ്റുമില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ.